അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപും ഷീ ജിൻപിങ്ങും തരിമ്പും വിട്ടുവീഴ്ചയ്ക്കില്ലാതെ ആണ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? പ്രഥമദൃഷ്ടിയ തന്നെ പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ചൈനയ്ക്ക് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് എന്താണെന്ന് ചിലപ്പം കേൾവിക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം. അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. അതായത് ഒരു വർഷം ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് $438 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. തിരിച്ച് അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്യുന്നത് വെറും $138-136 ബില്യൺ വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അത് ചൈനയ്ക്ക് അനുകൂലമാണ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമേരിക്ക ആണ് താരിഫ് കൂട്ടുന്നത്. അമേരിക്ക താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരും. അപ്പോൾ അമേരിക്കക്കാർക്ക് ഈ ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും. അവർ മറ്റു വഴികൾ തേടും. അപ്പോൾ കൂടുതലും പിന്നെ ചൈനയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ചൈന താരിഫ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ താരിഫ് കൂട്ടിയാൽ ചൈനക്കാർ ചിലപ്പം വാങ്ങിക്കുന്നു പറയും. പക്ഷേ എന്നാലും അത്ര വലിയ നഷ്ടം ട്രംപിനുണ്ടാകത്തില്ല. കാരണം ട്രംപിന് അല്ലെങ്കിൽ തന്നെ ഇത് വലിയ നഷ്ടമാണ്. ഈ കച്ചവടം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ഇത് ഇപ്പം 138 ബില്യണിൽ നിന്ന് അത് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 ബില്യണായിട്ട് കുറഞ്ഞെന്ന് വിചാരിച്ച് ട്രംപിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകും. പക്ഷേ ചൈനയ്ക്ക് ചൈനയിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം മൂല്യമുള്ള കയറ്റുമതിയാണ് ചൈനയ്ക്ക് അമേരിക്കയിലോട്ട് നടന്നത്. അതെ. അപ്പോൾ അവിടുന്ന് അതിപ്പോൾ നേരെ പകുതിയാവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അത് വലിയ തിരിച്ചടിയാണ്, അത് വലിയ നഷ്ടമായിരിക്കും. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനയാണ് കൂടുതൽ വിൽക്കുന്നത്. അതുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുമ്പോൾ കൂടുതൽ നഷ്ടം ചൈനയ്ക്കായിരിക്കും. കുറച്ച് കച്ചവടമുള്ള അമേരിക്കയ്ക്ക് അതിൽ കുറച്ചൊന്ന് വീഴ്ച സംഭവിച്ചാലും അത്ര വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. പ്രാഥമികമായിട്ട് ഇതാണ് അതിൻ്റെ കാരണം. പിന്നെ അടുത്ത വിഷയമെന്ന് പറയുന്നത്, ഈ അമേരിക്ക വളരെ കൃത്യമായ നിലപാടുകളിലൂടെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് പ്രത്യേകം ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ ഒപ്പിടാൻ തുടങ്ങുകയാണ്. അത് രണ്ടാം ഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ താരിഫ് യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ്. അതായത് പാശ്ചാത്യ മാധ്യമങ്ങളുടെയൊക്കെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അവലോകനം പ്രകാരം ഇനി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ മേൽ മൊത്തത്തിൽ ഇപ്പോൾ ഇന്ന് തൊട്ട് ഏതാണ്ട് 115% നികുതിയാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പലതും 104 എന്നാണ് പറയുന്നത്. 104, 105 പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഈ ഫെബ്രുവരിയിൽ ട്രംപ് ഒരു 10% നികുതി കൂട്ടിയിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അത് പലരും കണക്കിലെടുക്കാതാണ് ഇപ്പോൾ ഈ 104, 105 പറയുന്നത്. അപ്പോൾ ശരിക്കും 115% ടാക്സ് വർദ്ധിപ്പിച്ചു. ഇനി വർദ്ധിപ്പിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, 115% ടാക്സ് ഉണ്ടാവും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ. ഇനിയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയുമായിട്ടും അതുപോലെ മറ്റ് പല രാജ്യങ്ങളുമായിട്ടും അമേരിക്ക പ്രത്യേകം കരാറുകൾ ഒപ്പിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള കച്ചവടം പഴയ നിലയിലേക്ക് മാറും. തൽക്കാലത്തേക്ക് ഒറ്റയടിക്ക് എല്ലാ രാജ്യങ്ങളുടെയും നികുതി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുമ്പോഴത്തേക്കും ആ വിഷമങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും വളരെ ഭേദപ്പെടും. നമ്മുടെ പരാതികളൊക്കെ ഒരുവിധമൊക്കെ പരിഹരിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ചൈന മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട്. ചൈനയായിട്ട് അമേരിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒന്നും ഒപ്പിടുന്നുമില്ല. ഇത് ഒരു വലിയ വിഷയമാണ്. പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക. അതെ. അതായത് ചൈനയുടെ ലോകത്തിലെ കയറ്റുമതിയുടെ ഏതാണ്ട് പകുതിയോളം അമേരിക്കയിലേക്കാണ്. ആ വലിയ മാർക്കറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ഉദാഹരണത്തിന് പിന്നെ പ്രശാന്ത് ഒരു കട നടത്തുന്നു. ആ കട നടത്തുമ്പം ആ കടയിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗക്കാരാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നിരിക്കട്ടെ, ബഹുഭൂരിപക്ഷം പകുതി ഒറ്റയടിക്ക് അവർ വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ അത് വലിയ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു പ്രത്യേക വിഭാഗം നിക്ഷേപകർ, അതായത് നിക്ഷേപത്തിൻ്റെ ഭൂരിഭാഗവും നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർ നിക്ഷേപം പിൻവലിച്ചാൽ എന്ത് സംഭവിക്കും? ബാങ്ക് പൊളിഞ്ഞു പോകും. ചൈനയ്ക്കും ഇതേ അവസ്ഥയാണ് അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ചൈന ഒട്ടും വിട്ടുകൊടുക്കാനില്ല.
ചൈന ആദ്യപടിയായിട്ട് ചൈനയിൽ നിന്നും റെയർ എർത്ത് മിനറൽസ് അത് പലതും ചൈനയ്ക്ക് അതിൻ്റെ ഖനികളുണ്ട്. ഇത് അമേരിക്കയിലോട്ട് ചൈന പിന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന 7 പിന്നെ അപൂർവ ധാതുക്കൾ അവയുടെ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനം ചൈന എടുത്തു. ഇതായിരുന്നു ചൈനയുടെ ആദ്യത്തെ തിരിച്ചടി. പിന്നീടാണ് ചൈനയും സമാനമായി അമേരിക്ക വർദ്ധിപ്പിച്ചതുപോലെ താരിഫുകൾ വർദ്ധിപ്പിച്ചത്. അപ്പോൾ 2 നടപടികൾ ചൈന എടുത്തു. ഈ ചൈനയുടെ പ്രതീക്ഷ മുഴുവൻ എന്താണെന്നറിയോ? ഈ ട്രംപിനെതിരെ അമേരിക്കയിൽ ജനരോഷം കൊടുമ്പിരിക്കൊള്ളു. അങ്ങനെ ജനരോഷം ചൈനയിലാകട്ടെ സിക്കെതിരെ ജനരോഷം വരാൻ പറ്റില്ല. അതെ, കാരണം ജനാധിപത്യമില്ലാത്ത ചൈനയിൽ പുറത്തിറങ്ങി പ്രകടനം നടത്താനോ അതല്ലെങ്കിൽ പ്രതിഷേധം കാണിക്കാനോ ഒന്നും പറ്റില്ല. അമേരിക്കയിൽ അതൊക്കെ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര എതിർപ്പുകളും പ്രതിസന്ധികളും വന്നിട്ട് അമേരിക്കയിൽ ഈ പിന്നെ ട്രംപിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ട്രംപ് ഈ കൂട്ടിയ താരിഫുകൾ നിർബന്ധിതമാകും. ഇതാണ് ചൈനയുടെ പ്രതീക്ഷ. പക്ഷേ അതങ്ങനെ പിന്നെ വരണമെന്നില്ല. കാരണം ഇപ്പം ചൈന ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും മറ്റ് രാജ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത് ലോകത്തിൽ ചൈന മാത്രമല്ല, മൊണോപ്പൊളി ചൈനയ്ക്കില്ല ഇല്ല. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാനീ പറഞ്ഞ പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മേൽ ഒരേ നികുതി ആയിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാകും. ചൈന വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നേ. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് കരാറുകൾ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് US ഒപ്പുവെക്കുമ്പോഴേക്കും ഇവിടെ ചൈന വിചാരിക്കുന്ന വെല്ലുവിളിയായിരിക്കും. അത് ഒരു വലിയ വിഷയം. പിന്നീട് ചൈന ഇതിനെ നേരിടാനായിട്ട് ചിലപ്പോൾ ചൈനയുടെ യുവാൻ്റെ മൂല്യം കുറയ്ക്കാം. അതായത് ഇപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇപ്പം 1000 യുവാന് കിട്ടുന്ന ഒരു ഉൽപ്പന്നം ട്രംപിൻ്റെ പുതിയ നികുതി വന്നപ്പോഴത്തേക്കും അത് 1200 യുവാനായി കൂടിയെന്നിരിക്കട്ടെ. അപ്പോൾ ചൈന അതിനെ മറികടക്കാൻ ചെയ്യുന്നത് സ്വന്തം നാണയത്തിൻ്റെ അല്ലെങ്കിൽ കറൻസിയുടെ മൂല്യം കുറയ്ക്കും. അപ്പോൾ അതായത് $1 കൊണ്ട് കൂടുതൽ ചൈനീസ് യുവാൻ വാങ്ങിക്കുക, അങ്ങനെ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നം വാങ്ങിക്കുക. അപ്പോൾ ഈ താരിഫിൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഡോളർ കൊടുത്ത് വാങ്ങിക്കുന്ന അമേരിക്കയിലെ കൺസ്യൂമർക്ക് അത് കുറയും. കാരണം പിന്നെ യുവാൻ്റെ മൂല്യം കുറഞ്ഞല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ മൂല്യം കുറഞ്ഞ യുവാനുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും വിദേശ നിക്ഷേപം കുറയും. കാര്യം വിദേശികൾക്ക് പിന്നീട് ചൈനയുടെ ഈ ആഭ്യന്തര സ്ഥിതി പിന്നെ തീരുമാനങ്ങൾ അവർക്ക് പിന്നെ നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയാൽ അവർ വിദേശികൾ നിക്ഷേപം പിൻവലിക്കും. കാരണം സ്ഥിരതയില്ലാത്ത ഒരു കറൻസിയുള്ള രാജ്യത്ത് പോയി നിക്ഷേപിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു വിദേശ നിക്ഷേപനം തയ്യാറാവില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരും ചൈനയ്ക്കും. പിന്നെ ചൈന നേരിടാൻ പോകുന്ന മറ്റൊരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം ചൈനയ്ക്ക് എതിരെ ഇപ്പോൾ വലിയൊരു നീക്കം നടക്കുന്നുണ്ട്. അത് അമേരിക്ക മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ പിന്നെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോഴാണ് ട്രേഡ് യുദ്ധം തുടങ്ങുന്നത്. പക്ഷേ ചൈന 2 പതിറ്റാണ്ടായിട്ട് ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങൾക്ക് നേരെ വ്യാപാര യുദ്ധം തുടങ്ങിയിരുന്നു. ഇത് ലോകത്തിലെ പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞില്ല. പല രാജ്യങ്ങളിലേക്കും സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തു. ചൈനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനയിൽ എന്തു നടക്കുന്നു എന്ന് ആർക്കും അറിയാൻ വയ്യ. ഇപ്പം ചൈനീസ് സർക്കാർ സബ്സിഡി ചൈനയുടെ വ്യവസായങ്ങൾക്ക് WTO കരാറിൽ പറഞ്ഞിരിക്കുന്നതിന് എതിരായിട്ട് ചൈന സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡി കൊടുക്കുന്നത് ലോകം അറിയില്ല. കാരണം ചൈനയിൽ എന്താ നടക്കുന്നത്, അവിടെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല, പിന്നെ മാധ്യമങ്ങളില്ല, ഒന്നുമില്ല. അപ്പം ചൈന പല ഓവർ കപ്പാസിറ്റി ഉണ്ടാക്കി. അത് ചൈനയ്ക്ക് ഈ പിന്നെ വ്യാപാരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വ്യവസായ കപ്പാസിറ്റി ഉണ്ടാക്കി. പിന്നെ ചൈനയിലെ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തി. അതായത് എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ഉണ്ടാക്കി. പകരം കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ളതല്ല. അതായത് രാഷ്ട്രത്തിലെ ജനങ്ങൾ ഇന്ത്യക്കൊക്കെ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇന്ത്യക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വാങ്ങിക്കും. ഈ 140-145 കോടി ജനമെന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് ഇവിടെ തന്നെ വലിയ വിപണിയുണ്ട്. അപ്പോൾ ഈ വിപണിയുടെ ആഗ്രഹങ്ങളെ അതിൻ്റെ ആവശ്യങ്ങളെ പിന്നെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് സാധിച്ചാൽ മതി. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈനയുടെ വ്യവസായ മോഡൽ എന്ന് പറയുന്നത്
തികച്ചും എക്സ്പോർട്ട് ബേസ് ചെയ്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എക്സ്പോർട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആഭ്യന്തര വിപണി ഇനി അതിൻ്റെ ഒരു ശീലമില്ല. ചൈനീസ് ജനതയ്ക്ക് നമ്മളെപ്പോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുള്ള ശീലമില്ല. ആ ശീലം അവരിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ജനങ്ങളിൽ ഒരു പർച്ചേസിങ് മെൻറ്റാലിറ്റി കപ്പാസിറ്റി അവർക്ക് ആ ത്വരയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം സമ്പദ്ഘടന അഴിച്ചു പണിയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഈ ഒരു താരിഫ് യുദ്ധം ചൈനയ്ക്കെതിരെ തുടങ്ങിയത്? ട്രംപ് അഭിപ്രായപ്പെടുന്നത് ചൈന ഈ ട്രേഡ് സർപ്ലസ്, അതായത് ചൈനയ്ക്ക് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു $600 ബില്യൺ എങ്കിലും ട്രേഡ് സർപ്ലസ് ഉണ്ടെന്നാണ് പിന്നെ ലോകത്തിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ട്രേഡ് സർപ്ലസ് ആണ് ചൈനയുടെ പിന്നെ സൈന്യത്തിൻ്റെ വികസനത്തിനും ആയുധങ്ങൾ വർദ്ധിപ്പിക്കാനും അങ്ങനെ ലോകത്തിന് മേലെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നു. അതിനാൽ ചൈനയുടെ ഈ ട്രേഡ് സർപ്ലസ് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ചൈനയെ നിയന്ത്രിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചൈന നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, ചൈന വളരെ പെട്ടെന്ന് ഈ ലോകം പിടിച്ചെടുക്കും. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് ഉപയോഗിച്ച തന്ത്രം അതിലും ഭംഗിയായിട്ട്, കാരണം അവരുടെ എത്രയോ 10 മടങ്ങ് ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രം, ഉൽപാദന ശേഷിയുള്ള ഒരു രാഷ്ട്രം, ആ രാഷ്ട്രം ലോകം മുഴുവൻ നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ചൈനയുടെ നിയന്ത്രണത്തിൽ വരും. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാനാണ് ഈ ട്രേഡ് യുദ്ധം ട്രംപ് തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ട്രംപ് പറയുന്ന ന്യായം. അപ്പോൾ ജയിച്ചേ മതിയാവും. അപ്പോൾ ലോക രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇതിനെതിരെ ഒരു തന്ത്രം ട്രംപ് രൂപീകരിക്കുകയും ചൈന തൽക്കാലത്തെ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യം ഇപ്പോൾ ചൈന എല്ലാ ദിവസവും പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കണം. അതായത് ചൈന പ്രതീകാത്മകമായിട്ട് പറഞ്ഞു ആനയും ഡ്രാഗണും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. ആ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടം ചൈന തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതത്ര എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ യുദ്ധത്തിൽ ചൈനയ്ക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.